നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 078/2024. ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61. കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബ്ലി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ഇഫ് ക്ലോസ് ടൈപ്പ് 3 ആണ്. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ could have met him. I could have met him. ഇവിടെ ഓപ്ഷൻസിൽ എ വുഡ്, കുഡ്, മൈറ്റ് ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ബാക്കി ഓപ്ഷൻ ബി നോക്കിയാൽ ഐ കുഡ് ഹാവ് മീറ്റ്. കുഡ് ഹാവ് മീറ്റ് എന്നൊരിക്കലും പറയില്ല. കുഡ് ഹാവ് കഴിഞ്ഞാൽ മീറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. കുഡ് ഹാവ് മീറ്റ് എന്ന് പറയില്ല. ഐ വുഡ് മീറ്റ് ഹിം എന്ന് ടൈപ്പ് 3യുടെ കൂടെ പറയില്ല. ഐ കുഡ് മീറ്റ് ഹിം അതും ടൈപ്പ് 3 ആണ്. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് അപ്പോൾ ടൈപ്പ് 3, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഒന്നും കൂടി പറയാം. ഇഫ് ക്ലോസ് 3 ടൈപ്സിലുണ്ട്. കണ്ടീഷണൽ ഇഫ്, അതിൽ ടൈപ്പ് 1 ഇതിനെ കണ്ടീഷണൽ ഇഫ് എന്നാണ് പറയുന്നത്. ഇഫ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സെൻറ്റൻസുകൾ പറയുമല്ലോ, അത് പറയുന്നതിൻ്റെ രീതിയാണ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് എന്ന് പറയും. ടൈപ്പ് 1ൽ ഇഫ് ക്ലോസ് ഇഫ് ഐ സ്റ്റഡി. അപ്പോൾ ഇഫ് ഐ സ്റ്റഡി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ വിൽ പാസ്. ഐ വിൽ പാസ് അല്ല, വില്ല് തന്നെ പറയണം എന്നില്ല. ഐ വിൽ പാസ്, ഐ ക്യാൻ പാസ്, അല്ലെങ്കിൽ ഐ മേ പാസ്, ഐ ഷാൽ പാസ്. ഇതിലേത് വേണമെങ്കിലും പറയാൻ കറക്റ്റാണ്. നമ്മൾ കൂടുതൽ ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡി യു ക്യാൻ പാസ് ദ എക്സാമിനേഷൻ, അല്ലെങ്കിൽ യു വിൽ പാസ് ദ എക്സാമിനേഷനാണ് കൂടുതലും നമ്മൾ പറയുന്നത്. ഇവിടെ വിൽ, ക്യാൻ, മേ, ഷാൽ ഇതിലേത് പല സെൻറ്റൻസുകളിലും ഇതിലേതെങ്കിലും മാറി മാറി ഉപയോഗിക്കാം. ഈ വിൽ, ക്യാൻ, മേ, ഷാലൊക്കെ ഓക്സിലറി വെർബ്സിൽ വരുന്നതാണ്. ഇനി ടൈപ്പ് 2. അപ്പോൾ ഈ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും വരുന്ന ടെൻസ് ശ്രദ്ധിക്കുക. ഇഫ് ഐ സ്റ്റഡീഡ്, സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ്. ഐ വുഡ് പാസ്. പഠിച്ചിരുന്നെങ്കിൽ ജയിക്കും, ജയിച്ചേനെ. അതൊരു കഴിഞ്ഞ കാര്യത്തെപ്പറ്റി. ഇനി ഇവിടെ പാസ്റ്റ് ടെൻസ് സ്റ്റഡിയുടെ കൂടെ ഐ വുഡ് പാസ്, അല്ലെങ്കിൽ ഇവിടെ വുഡിന് പോലെ ഐ കുഡ് പാസ്, ഐ മൈറ്റ് പാസ്. ഐ ഷുഡ് പറയാറില്ല, ചില സെൻറ്റൻസുകളിൽ ഷുഡ് വരുന്നത് വന്നേക്കാം, പക്ഷേ ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്പ് 3. ഇഫ് ഐ had studied, I would have. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ എന്ന് പറഞ്ഞു. ഐ വുഡ് ഹാവ് പാസ്ഡ്. അല്ലെ വുഡ് ഹാവിന് പകരം വേണമെങ്കിൽ ഇവിടെ ഓർ ഇട്ട് ഞാൻ എഴുതുന്നത് അതിന് പകരം വരാവുന്നതാണ്. ഐ കുഡ് ഹാവ്, അല്ലെങ്കിൽ ഐ മൈറ്റ് ഹാവ്. പിന്നെ ഐ ഷുഡ് ഹാവ് എന്ന് പറയാറില്ല. ഷുഡ് ഇവിടെ ഇതിൽ വരാവുന്ന പോസിബിലിറ്റി ഉള്ളതാണ്. നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു നോക്കുമ്പം അത് വരുമോ ഇല്ലേ എന്ന് മനസ്സിലായി. ഇപ്പോൾ ഐ വുഡ് ഹാവ് പാസ്ഡ്, ഐ കുഡ് ഹാവ് പാസ്ഡ്, ഐ മൈറ്റ് ഹാവ് പാസ്ഡ്, ഐ ഷുഡ് ഹാവ് പാസ്ഡ്, മേ ബി വുഡ്, ഐ ഷുഡ് ഹാവ് പാസ്ഡ്, ഇങ്ങനെ അതാണ് വരുന്നത്. അപ്പം ഇവിടെ ഹാഡ് സ്റ്റഡീഡ്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉള്ളത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ വുഡ് ഹാവ് പാസ്ഡ് ആ രീതിയിൽ. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്താണ്? ടൈപ്പ് 3 ആണ്. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് കാണുമ്പോൾ മനസ്സിലാക്കുക, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കാണുമ്പോൾ മനസ്സിലാക്കുക. ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ്, അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അയാളെ ഞാൻ കണ്ടേനെ. ഞാൻ വെഡിങ് അറ്റൻഡ് ചെയ്തതുമില്ല, അയാളെ കണ്ടതുമില്ല. ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. ഐ കുഡ് ഹാവ്, കുഡ് ഹാവ് കഴിയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമാണ് വേണ്ടത്.
മീറ്റ് എന്നുള്ളതിൻ്റെ മീറ്റ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്രസൻറ്റ്, V2 വരുമ്പോൾ മെറ്റ്, V3 വരുമ്പോഴും മെറ്റ് തന്നെയാണ്. അപ്പോൾ ഐ കുഡ് ഹാവ് മെറ്റ് ഹിം. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇഫ് ക്ലോസ് ടൈപ്പ് 3. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് കൊളീഗ്, COLLEAGUE, കൊളീഗ്. Next, fill in the blanks using the appropriate phrasal verb. The match has been dashed due to bad weather. അപ്പം കാലാവസ്ഥ മോശമായതുകൊണ്ട് മാച്ച് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽഡ് എന്ന് വരുന്നത് കോൾ ഓഫ്, ഫ്രേസൽ വെർബ് ക്യാൻസൽഡ് എന്നുള്ള അർത്ഥം വരുന്നത് കോൾഡ് ഓഫിനാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ സ്ഥലത്ത് ഇപ്പം ഒരു ട്രെയിനിൽ പോകുന്നു, സ്ഥലത്ത് എവിടെ ഷോർട്ടായിട്ടൊന്ന് നിർത്തുന്നു, കോൾഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയും. ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലത്ത് നിർത്തുക അല്ലെങ്കിൽ ഒരു സ്ഥലം സന്ദർശിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒക്കേഷൻസിലാണ് ഈ കോൾ അറ്റ് എന്ന ഫ്രേസൽ വെർബ്. ഒരു സ്ഥലം സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഷോർട്ടായിട്ട് ഒരു വിസിറ്റ് നടത്തി ഒന്ന് നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഒക്കേഷൻസിലാണ് ഈ കോൾ അറ്റ് എന്നുള്ള ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ, കോൾ ഓൺ അത് വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നത്. മറ്റേത് കോൾ അറ്റ് വരുമ്പോൾ ഒരു സ്ഥലം ആണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നത്, അതാണ് കോൾ ഓൺ. കോൾ എവേ എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇപ്പം വിളിച്ചുകൊണ്ട് പോകുന്നു. മേരി വാസ് കോൾഡ് എവേ ഫ്രം ദ മീറ്റിംഗ് ടു അറ്റൻഡ് എ ടെലിഫോൺ കോൾ. അപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഒരു ഫോൺ വന്നപ്പോൾ അറ്റൻഡ് ചെയ്യും, അപ്പോൾ കോൾ എവേ, അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ആൻസർ കോൾ ഓഫ്, ക്യാൻസൽഡ് എന്ന അർത്ഥമാണ്. നെക്സ്റ്റ്, ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. ഹി യൂഷ്വലി, അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻസിൽ ഗോ, ഗോയിങ്, ഗോസ്, ഹാസ് ഗോൺ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഗോ എന്ന് പറഞ്ഞാൽ ഗോ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്, ഗോസും സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇനി ഇതിൽ ഏതാണ് ഗോയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസും ഹാസ് ഗോൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്, ഹാസ് ഗോൺ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹി യൂഷ്വലി എന്ന് പറയുമ്പം ഒരു ഡെയിലി ആക്ടിവിറ്റിയെ കാണാൻ സിമ്പിൾ പ്രസൻ്റ് ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി ഹി ആയതുകൊണ്ട് തന്നെ ഗോസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ഹി ആയതുകൊണ്ട് ഗോസ്. ദേ ആണെങ്കിൽ ഗോ വരും, ഹി ആയതുകൊണ്ട് ഗോസ് ആണ്. ഒരു ഡെയിലി ആക്ടിവിറ്റി, റെഗുലർ ആക്ടിവിറ്റിയൊക്കെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെയിലി ആക്ടിവിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. The sun rises in the east. I brush my teeth regularly in the morning. I go for a walk in the evening. അപ്പോൾ I go, I brush, the sun rises, ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഡെയിലി ഉള്ളവർ. അതുപോലെ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ്, അതാണിപ്പം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഇതിനെല്ലാം നമ്മൾ എന്താണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഏത് വെർബ് വരുമെന്നുള്ളതാണ്, അത് ഗോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഇവിടെ വാസം നമുക്ക് തോന്നിയൊക്കെ യെസ്റ്റർഡേ കാണുമ്പോൾ, പക്ഷേ ഇന്നലെ വാങ്ങിച്ചത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്, അതിപ്പോഴും എക്സ്പെൻസീവ് തന്നെയാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം എന്നുള്ള. പിന്നെ വാസ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടും ഇല്ല. അപ്പം ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്നുള്ളതേ പിന്നെ വരികയുള്ളൂ. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അൺക്യാനിലി, അപ്പോൾ LY വരുന്ന മിക്കവാറും ഉള്ളത് അഡ്വർബിലായിരിക്കും വരുന്നത്. അപ്പോൾ അൺക്യാനിലി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ല. മ്യുണ്ടെയിൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, അതായത് ഡെയിലി ഉള്ള ഒരു ആക്ടിവിറ്റീസ് തന്നെ ചെയ്തൊരു മുഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക എടുത്ത് പറയത്തക്ക ഒന്നുമില്ലാത്ത സാധാരണമായിട്ടുള്ളത്, വേൾഡ്ലി, എർത്ത്ലി, കോമൺ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറയുന്നതാണ് മ്യുണ്ടെയിൻ.
ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് മ്യൂണ്ടെയിൻ ലൈഫ്, ഐ വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എന്നുമുള്ള ഒരേ ടൈപ്പിലുള്ള ലൈഫിൽ ഇച്ചിരി മടുപ്പ് തോന്നി, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് മ്യൂണ്ടെയിൻ എന്ന വേർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊരു അഡ്ജക്റ്റീവാണ്. ഇനി കമൻസ് പറഞ്ഞാൽ സ്റ്റാർട്ട്, ഒരു വെർബാണ് കമൻസ്. റിഗർ എന്ന് പറഞ്ഞാൽ വളരെ റിഗർ എന്നുള്ളത് ഒരു നൗൺ ഫോമാണ്. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവായിട്ടുള്ളത് മ്യൂണ്ടെയിൻ ആണ്. അഡ്ജക്റ്റീവ് മ്യൂണ്ടെയിൻ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. സമ്മൺ ഹാസ് ആസ്ക്ഡ് ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ സമ്മൺ ഹാസ് ആസ്ക്ഡ് ജോൺ. അപ്പം ജോൺ വേണം ഇനി സബ്ജക്റ്റായിട്ട് വരാൻ, പാസീവിലോട്ട് വരുമ്പോഴത്തേക്കും. ഇവിടെ സമ്മൺ എന്നാണ് പറയുന്നത്, സബ്ജക്റ്റ് സമ്മൺ ആണ്, ഒബ്ജക്റ്റ് ജോൺ. ജോൺ ഹാസ് ആസ്ക്ഡ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം ഹാസ് ബീൻ ആസ്ക്ഡ്. ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സമ്മൺ. എപ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആകും, ടെൻസ് ചേഞ്ച് ചെയ്യരുത്. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് പാസീവ് വോയിസിലും പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സമ്മൺ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് മീൻ ടു സ്വെയർ ഫോൾസ്ലി. ടു സ്വെയർ ഫോൾസ്ലി എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. അപ്പം അതേ മീനിങ് ആണ് പെർജ്വർ. പെർജ്വർ. ഇനി അവിടെ അഡ്ജ്വർ. അഡ്ജ്വർ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിക്കുക എന്നാണ് അർത്ഥം. അഡ്ജ്വർ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിക്കുക, ചെയ്യിക്കുക, സത്യം ചെയ്യിക്കുക, അതാണ് അഡ്ജ്വർ. ഇഞ്ചുവർ എന്ന് പറഞ്ഞാൽ അറിയാം, മുറിവേൽപ്പിക്കുക, ഇഞ്ചുറി എന്നൊക്കെ പറയുന്നത്. കൺജ്വർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇന്ദ്രജാലങ്ങളും എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സൂത്രങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഒരാളെ വശത്താക്കിയെടുക്കുക, എന്തെങ്കിലും മോശമായ രീതി ഒക്കെ കാണിച്ച് എന്തെങ്കിലും ഇന്ദ്രജാലം സൂത്രങ്ങളോ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വശത്താക്കാൻ കൺജ്വർ എന്ന് പറയും. അപ്പോൾ ഇവിടെ കള്ളസാക്ഷ്യം, അത് പെർജ്വർ. സ്വെയർ ഫോൾസ്ലി. ഓപ്ഷൻ എ. Next question. Let's go for a movie. Choose the appropriate question tag. Let's go for a movie. അപ്പോൾ ലെറ്റിൻ്റെ കൂടെ എപ്പോഴും ഷാലാണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ് വരുമ്പോൾ ഷാലാണ് യൂസ് ചെയ്യാറുള്ളത് ക്വസ്റ്റ്യൻ ടാഗായിട്ട്. ഷാൽ. ഷാൽ അത് സെയിം തന്നെ. ഷാൽ നോ, ഷാലിൻ്റെ ഒന്നും വേണ്ട. ഷാൽ വി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. Which among the following is a synonym of the word pensive? പെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ ചിന്താകുലമായ, അതാണ് പെൻസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പെൻസീവ് എന്ന മീനിങ് വരുന്നത് കണ്ടംപ്ലേറ്റീവ്. കണ്ടംപ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ സെയിം മീനിങ് തന്നെയാണ്, ചിന്താകുലമായത്, വളരെ ചിന്താകുലമായതാണ് കണ്ടംപ്ലേറ്റീവ്. അഫിർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, അഫേം ചെയ്യുക, ഉറപ്പിക്കുക, കറക്റ്റാണെന്ന് സ്റ്റേറ്റ് ചെയ്യുക, അഫർമേറ്റീവ്. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, സെൻസിറ്റീവ്, ഒരു ചേതനയുള്ളത് എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ സെൻസിറ്റീവ് എന്ന് നമ്മൾ നോർമലി എനിക്ക് തോന്നുന്നു സംസാരിക്കുമ്പോഴൊക്കെ വളരെ സെൻസിറ്റീവാണ് അയാൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സെൻസിറ്റീവ്. ഇനി പെർഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത്. പെർഗേറ്റീവ്, ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ വളരെ ചിന്താകുലമായത് എന്ന അർത്ഥം വരുന്നത് കണ്ടംപ്ലേറ്റീവ്. പെൻസീവ്, ചിന്താകുലമായത്. മലയാളത്തിൽ മീനിങ് വേണമെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷിലെ മീനിങ്സ് തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കാൻ കൂടുതൽ നല്ലത്. എന്നാലും ചിലർക്ക് മലയാളം മീനിങ്ങും കൂടി ഉണ്ടാകുന്നതാണ് കൂടുതൽ സൗകര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് രണ്ട് മീനിങ്ങും പറയുന്നത്. ആൻസർ കണ്ടംപ്ലേറ്റീവ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്